ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇത് 2016 മോഡൽ ക്രോസ് പോളോ ആണ് കേട്ടോ ഗൈസ്. നമ്മളിത് അധികം കണ്ടുവന്നിട്ടുള്ളൊരു മോഡലാണ്. നമ്മളധികം ആൾക്കാർ മോഡിഫൈ ഒക്കെ ചെയ്ത് നമ്മളെ ക്യൂട്ട് വണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ് പോളോ എന്നുള്ളത്. എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ഹാച്ച് ബാക്ക് മോഡലാണ് കേട്ടോ ഈ പോളോ എന്ന് പറഞ്ഞാൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്, ഏറ്റവും പുതിയ ക്രോസ് പോളോൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങുകയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ബോണറ്റും അത്യാവശ്യം വലിയ ബോണറ്റാട്ടോ. ചാളിയും കാര്യങ്ങളൊന്നും നല്ലവണ്ണം ഡസ്റ്റ് ഉണ്ട്. ഇതിന് കുറച്ച് കഴുകിയിട്ടില്ല, അതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി. സോ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കാം. രണ്ട് ഹെഡ്ലൈറ്റ് രണ്ട് ചേമ്പറുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റാണ്. ചളി ആയതുകൊണ്ട് നിങ്ങൾ അറിയുന്നുണ്ടോ? ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആട്ടോ. ഇവിടെ നമുക്ക് പോളോൻ്റെ ബാഡ്ജിങ് അതൊരു സിൽവർ കളറിൽ കൊടുത്തിട്ടുണ്ട്. KL58P 1617 ഒരു ഫാൻസി നമ്പർ പ്ലേറ്റ് ആണ്. തലശ്ശേരി രജിസ്റ്റേർഡ് വാഹനമാണിത്. പിന്നെ റിഡാം യൂണിറ്റ് നല്ല ലിപ്പ് ഭാഗമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസ്. ഹെഡ്ലൈറ്റ് വാഷിനുള്ള കാര്യങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഒരു അടിപൊളി ലുക്ക് കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് നീളമുള്ള മാതിരി നമുക്ക് തോന്നും. അവിടെ അത്ര നീളമൊന്നുമില്ല, ബട്ട് ഒരു ഹാച്ച് ബാക്ക് വാഹനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ടയറിലേക്ക് പോകാം. ടയറിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു 19 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതും ഒരു 5 സ്പോക്ഡ് അലോയ് വീൽസ്, അതൊരു സിൽവർ ടച്ചിൽ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് കാലിബേഴ്സ്, വോൾക്സ്വാഗൻ്റെ ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ്, മിറർ, ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് സാധാ ബ്ലാക്കാണ്, പിയാനോ ബ്ലാക്ക് അല്ല. ബ്ലാക്ക് അങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിലൂടെ അങ്ങനെ പോയി ഇങ്ങനെ ജോയിൻ്റ് ആട്ടത്. ബാക്കിൽ ബമ്പറിലൊക്കെ ടച്ച് ചെയ്ത് ഫുൾ കറങ്ങുന്നു. നൈസ്. ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് ടച്ച് കേട്ടോ അങ്ങനെ. ഇവിടെ ക്രോസ് പോളുന്നുള്ള ബാഡ്ജിങ്. നൈസ്. നല്ലൊരു വാഹനം കേട്ടോ. ഫ്യൂൾ ടാങ്ക് ഓപ്പണൊക്കെ ഇങ്ങനെ പ്രസ്സിങ് കേട്ടോ. പ്രസ്സിങ്ങാണ്, തുറക്കണില്ല. പ്രസ്സിങ്ങാണ് എനിക്ക് പ്രസ്സിങ്ങാണിത്. ഇതിൻ്റെ റിയർ സീറ്റ് നോക്കുകയാണ്. റിയർ സീറ്റല്ല, റിയർ ഫേസ് നമ്മൾ നോക്കുകയാണില്ല. ഹെഡ്ലൈറ്റ് കാണാൻ കഴിയും. നൈസ്. വൈപ്പർ യൂണിറ്റ്, ഹൈ മൗണ്ടഡ് സ്ലോപ്പ് ലാമ്പ്, ആൻറ്റിന കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ. ഇവിടെ പോളോ എന്നുള്ള ബാഡ്ജിങ് TDI വേർഷനാണ്. നമ്മളെ പോളോൻ്റെ നമ്മളെ വോക്സ്വാഗൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നൈസ്. ഇവിടെ ബമ്പർ യൂണിറ്റ്, എക്സോസ്റ്റ് 4 ഉണ്ട്. ബട്ട് 2 ഡ്യൂപ്ലിക്കേറ്റാണ്. അത് ഒന്നേ ഉള്ളൂ. ഇത് വിസിബിൾ അല്ല കേട്ടോ, ഉള്ളിലേക്കായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നൈസ്. അടിപൊളിയായിട്ട് തോന്നി. നമ്മളിതിൻ്റെ ഡിക്ക് ഒന്ന് ഓപ്പൺ ആക്കണം. ഡിക്കിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വണ്ടികൾ പല തരത്തിലുള്ള ഡിക്ക് ഓപ്പണിംഗ് ആണ്. നമുക്ക് ഉള്ളിൽ നിന്ന് ഓപ്പൺ ആക്കിയാൽ ഇങ്ങനെ കുറച്ച് പൊന്തി വരും, അല്ലെങ്കിൽ ഇവിടെ ബട്ടൺ ഉണ്ടാവും. അതൊക്കെ പിന്നെ നമ്മളെ മെർസിഡീസിലൊക്കെ കണ്ടുപോലെ കാർ ഇങ്ങനെ ആക്കിയിട്ട് ഓപ്പൺ ആടിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാടെണ്ണമാണ്. ബട്ട് ഇതിൽ മാത്രമേ എനിക്കൊരു ഡിഫറൻസ് കണ്ടിട്ടുള്ളൂ. കാരണം ഇതിൽ ഓപ്പൺ ആകുന്നത് ചാവിമ അൺലോക്ക് നമ്മളെ ഡിക്ക് ഓപ്പൺ ആക്കാനുള്ള ബട്ടൺ സിമ്പിൾ കൊടുത്തിട്ടില്ല, റൗണ്ട് ഷേപ്പ് മാത്രം. നൈസ്. ഡിക്ക് ഓപ്പണിങ് ഞാൻ ഇതിൻ്റെ എംബ്ലം നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് പൊക്കിയാൽ മതി. നൈസ്. അടിപൊളി കേട്ടോ. ഇങ്ങനെ ഡിക്ക് ഓപ്പണിങ് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിന് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 4 ട്രോളിയൊക്കെ കൊടുക്കും. 4 ബാഗുകൾ ഉള്ളും ഹൈഡ്രോളിക് സ്ട്രട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിടുത്ത കൊടുത്തിട്ടുണ്ട്. ലാമ്പ് മിസ്സിങ് ആണ്. ലാമ്പ് ഇവിടെ കൊടുത്തിട്ടില്ല. 2 സൈഡിലും ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നൈസ്. അത്യാവശ്യം ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. ഇൻറ്റീരിയറിലേക്ക് പോകണം. ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ തുറക്കണം. നൈസ്. ഒരു ബ്ലാക്ക് ഇന്ത്യ കേട്ടോ. ഇവിടെ ഫുള്ളി ബ്ലാക്കാണ്. അത് നമുക്ക് ഡോർ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഡോർ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് മിററിൻ്റെ കൺട്രോള്, 2 ഡോർ അൺലോക്കിൻ്റെ ബട്ടൺസ്, നമ്മളെ വിൻഡോസിൻ്റെ കൺട്രോള് കാണാം. ബോട്ടിൽ ഹോൾഡർ, ചെറിയ സ്റ്റോറേജ് സ്പേസ്. നൈസ്. നമ്മൾ സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫാബ്രിക് ടൈപ്പ് സീറ്റാണ്. നിങ്ങൾ ലെതറാണെന്ന് വിചാരിക്കും, ബട്ട് ലെതറല്ല. ഹാൻഡ് റെസ്റ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നൈസ്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോൾസ്. ഇവിടെ ബ്രൈറ്റ്നസ്സിൻ്റെ കൺട്രോൾ, ഇവിടെ
ബ്ലിങ്കിങ്ങിൻ്റെ ഓപ്ഷൻ, വൈപ്പറിൻ്റെ കൺട്രോൾസ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലിൽ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് റൗണ്ടിൽ കാണാൻ കഴിയും. വോൾസ്വാഗൻ്റെ സിമ്പൽ ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് ഉണ്ട്. ഇങ്ങനെ ഇവിടെ രണ്ട് സൈഡും ഇവിടെ നൈസ്. സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ പിടിക്കാൻ, നല്ല സുഖമുണ്ട് പിടിക്കാൻ. 4 AC വെൻസാണ് വരുന്നത്. ഫുള്ളി പ്ലാസ്റ്റിക് കേട്ടോ, കംപ്ലീറ്റ്ലി ഡാഷ്ബോർഡൊക്കെ, ബട്ട് ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് കേട്ടോ. പിന്നെ നമുക്കിതാ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് ഇവിടെ നമുക്ക് ഷെയ്ഡ് ഇവിടെ ഡ്രൈവറിന് മിറർ കൊടുത്തിട്ടില്ല, ബട്ട് ഇവിടെ മിററുണ്ട്. നൈസ്. ഗ്ലോ ബോക്സ്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസിന് ഇവിടെയും നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉള്ളിലേക്ക്. നൈസ്. അവിടെയും നമുക്ക് ഇവിടെ പിടുത്തൊക്കെ ഉണ്ട്. ഇത് ഞാൻ കാര്യം പറഞ്ഞു തരാം. ഇവിടെ പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പിടുത്തം ഇങ്ങനെ പോയിട്ട് മേലൊക്കെ നമുക്ക് ഇവിടെ മിററിനെ കണ്ടോളൂ. നൈസ്. നമ്മൾ ഡോർ ഹാൻഡിൽസ് വ്യത്യസ്ത ടൈപ്പിൽ അതൊരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട്. നൈസ്. പിന്നെ നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഹസാർഡ് ലൈറ്റ്, നമ്മൾ ചെറിയ കുഞ്ഞ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ കഴിയും. ഞാൻ വണ്ടി ഒന്ന് ഓണാക്കാം ജസ്റ്റ്. നൈസ്. ചെറിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കേട്ടോ. നൈസ്. AC കൺട്രോൾസ്, ക്ലൈമറ്റ് കൺട്രോൾസ്, 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാൻ കഴിയും. ഗിയർ അതിൻ്റെ ചുറ്റും നമുക്കൊരു സിൽവർ ടച്ച് കാണാൻ കഴിയും. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, ഇവിടെ സ്റ്റോറേജ് സ്പേസ്, ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. നൈസ്. അവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡറുടെ സ്റ്റോറേജ് സ്പേസ്. നൈസ്. അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് റേഡിയോ നമുക്കിപ്പോൾ ഒരു ചെറിയ ലാഗിങ് ഒക്കെ ഉണ്ടാവും. ഇതൊരു തലശ്ശേരി രജിസ്റ്റേർഡ് വാഹനമാണ്. നൈസ്. ഇത് മുഹമ്മദ് അബ്ദുൽ ഹാദീൻ്റെ പേരിൽ രജിസ്റ്റേർഡാണ് ഇതിൻ്റെ വാഹനം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല ഉള്ളതൊരു കാര്യം. ഓണറിൻ്റെ പേര്. നൈസ്. ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു അടിപൊളി ലുക്ക് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു റൗണ്ട് ലോഗോ കാര്യങ്ങളൊക്കെ നൈസ്. നന്നായിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഷെയറിങ് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നൈസ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ റിയർ സീറ്റ് ഒന്ന് കാണാം. ഇതിൻ്റെ റിയർ സീറ്റിലേക്ക് വരികയാണ്. ഇവിടെ നൈസ്. നമുക്ക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ്. നൈസ്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഫയൽ പോക്കറ്റ്. ഇവിടെ സെൻട്രൽ ടണലുകൊണ്ട് 4 പേർക്ക് ഇരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പറ്റൂല. ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കട്ടെ. ഇവിടേക്ക് ലെഗ് റൂം 5 പേരിലെ ഗ്യാപ്പുണ്ട്. ചെറിയ കുട്ടിയായതുകൊണ്ട് ഇത്ര വരും. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നൈസ്. വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു 3 പേരിലൊക്കെ ഉണ്ടാവും. നീളമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കുറവായിരിക്കും. പിന്നെ ഇവിടേക്ക് വരാണെങ്കിൽ നമ്മുടെ ഹെഡ് റെസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. നൈസ്. സീറ്റൊക്കെ ഈ ഒരു സിൽവർ കളർ കണ്ടോ, ഇങ്ങനെ ഇട്ട് പോയി കട്ടിങ് ഒക്കെ ചെയ്തിട്ട് നൈസാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ കോട്ടൊക്കെ തൂക്കിയിടാൻ ഹുക്കുണ്ട്. നൈസ്. അധികമൊന്നുമില്ല. നൈസ്. നമുക്കൊരു ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ സുഖം ഉണ്ടാവും. നല്ല കുറച്ച് ചെരിഞ്ഞിട്ടാട്ടോ ഇരിക്കണം. നൈസ്. ഇത്രയാണ് നമുക്ക് ഈ ക്രോസ് പോളോനെ പറ്റി പറയാനുള്ളത്. സോ ഞാൻ ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറക്കാൻ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കേബിൾ വിട്ടുപോയിട്ടുണ്ട്. സോ ബോണറ്റ് തുറക്കൽ എന്തായാലും പോസിബിൾ അല്ല. ഇത് ഒരു 320 Nm ടോർക്ക് ആൻഡ് 200 bhp അല്ലെങ്കിൽ ഹോഴ്സ് പവർ ഇത് ഉൽപ്പാദിപ്പിക്കും എന്ന വലിയൊരു അത്ഭുതമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യെസ്. സോ ഇത്രയാണ് നമുക്ക് ഈ പോളോനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.